ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കൊല്ലത്തോട്ട് പോയാണ് കേട്ടോ. ഒരു ചെറിയൊരു ഷോപ്പിങ്ങിന് കേട്ടോ. ഈ മാസം മോളുടെ ബർത്ത്ഡേ, അപ്പോൾ അതിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടി പോയാണ്. അതിൻ്റെ തുള്ളക്ക ഈ കാണുന്നത് ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഏത് ഡ്രസ്സാണ് സെലക്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോൻ്റെ അകത്തോട്ട് പോയാലോ? പോവാം. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഓട്ടോ പിടിച്ചാണ് പോകുന്നത്. ഞാൻ ഓട്ടോയിലേക്ക് കയറി നമ്മളങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ വേണ്ടി 3 കടയുണ്ട്. അപ്പോൾ ആ 3 കടയിലും പോവാം എന്ന് പറഞ്ഞാണ് ഞാൻ പോകുന്നത്. ആ 3 കടയിൽ ഇഷ്ടമായില്ലെങ്കിൽ തിരിച്ചു തരാം, നമുക്ക് മെറ്റീരിയൽ എടുത്ത് തയ്ക്കാൻ കൊടുക്കാം. ആ ഒരു മൈൻഡ് സെറ്റിലാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോയിരിക്കുന്നത് RP മാളിലാണ് പോയിരിക്കുന്നത്. അവിടെ കൊച്ചുങ്ങളുടെ കളക്ഷനൊക്കെ സൂപ്പറായിട്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കളക്ഷൻ എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. ഇഷ്ടമായ നമുക്ക് എടുക്കാം കേട്ടോ, ഇല്ലെങ്കിൽ തിരിച്ചു തരാം. സെക്കൻഡായിട്ടുള്ള കടയിൽ നമുക്ക് പോയി നോക്കാം. അകത്ത് പോയിട്ട് നമുക്ക് ഇഷ്ടമാവുന്നില്ലെന്ന് നോക്കാം. മോള് ഭയങ്കര സന്തോഷത്തിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. അവൾ പോകുന്ന വഴിയിൽ ഈ കടയിൽ കയറാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളൊരു കടയിൽ പോകണമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ആ കടയിലോട്ട് പോയി ഡ്രസ്സ് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമായ നമുക്ക് എടുത്തിട്ട് തരാം. മോനാണെങ്കിൽ വെളിയിലെല്ലാം നോക്കി കറങ്ങി ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് മോൻ. അപ്പോൾ നമ്മൾ RP മാളിൽ പോയി നോക്കി. അപ്പോൾ അമ്മ കുറേ ഡ്രസ്സൊക്കെ നോക്കിയിട്ട് എനിക്ക് അധികമായിട്ട് ഇഷ്ടമായില്ല. അമ്മയ്ക്ക് 2-3 തുണിയൊക്കെ ഇഷ്ടമായി. എനിക്ക് അത്രയും ഡ്രസ്സൊന്നും ഇഷ്ടമായില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എനിക്കൊന്നും ഇഷ്ടമായില്ല. ബർത്ത്ഡേക്ക് ഇടുമ്പോൾ കുറച്ച് നല്ലതുപോലെ ഇരിക്കേണ്ടത്, എൻ്റെ പാർട്ടി വെയറായിട്ടിരിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഇതൊക്കെ ആണെങ്കിൽ ഈ കാണുന്നതൊക്കെയാണെങ്കിൽ നമുക്ക് അല്ലാതെ ചുമ്മാ എവിടെയെങ്കിലും വെളിയിൽ പോകാനായിട്ട് ഇടാൻ പറ്റിയ ടൈപ്പാണ്. അപ്പം ബർത്ത്ഡേക്ക് ഇടാൻ പറ്റിയ ടൈപ്പൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അധികമായിട്ടൊന്നും ഇഷ്ടമായില്ല. അപ്പം ഞാൻ പറഞ്ഞു ശരി, അപ്പോൾ ഇറങ്ങാമെന്ന് പറഞ്ഞത്. അങ്ങനെ മാളിൽ നിന്ന് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ മോള് ജോക്കറിൻ്റെ ബൊമ്മയായിട്ട് ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്നത്. അതും ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ ഇറങ്ങി. രണ്ടാമത് നമ്മൾ വന്ന കട ജോയ് സിൽക്കിലാണ് വന്നത്. അപ്പോൾ അവിടെ വന്നപ്പോൾ എനിക്കൊരു 4 ഡ്രസ്സ് ഇഷ്ടമായി. അപ്പോൾ 4 ഡ്രസ്സ് എടുത്ത് ട്രയൽ ചെയ്യാനായിട്ട് പോയി. മോൾക്ക് ഇട്ടപ്പോൾ സൂപ്പറായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കുറച്ച് ലൂസായിരുന്നു. അപ്പം അത് കറക്റ്റ് ഫിറ്റിൽ നമ്മൾ എടുക്കാമെന്ന് പറഞ്ഞു. ഒരു സൈസ് നമുക്ക് കറക്റ്റ് ഫിറ്റിൽ എടുത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 4 ഡ്രസ്സ് ഇട്ട് നോക്കി. എന്നിട്ട് അതിൽ നമ്മളൊരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് ബർത്ത്ഡേക്ക് എന്ന് പറഞ്ഞൊരു ഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തായിരുന്നു. അല്ലാതെ നോർമലായിട്ട് വെളിയിൽ പോകാനൊരു ഡ്രസ്സ് നമ്മൾ എടുത്തായിരുന്നു. ഈ 4-ൽ നമ്മൾ 1 എടുത്തിട്ടുള്ളേ. അത് ഞാൻ ബർത്ത്ഡേൻ്റെ വീഡിയോ ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഏത് ഡ്രസ്സാണ് ഞാൻ സെലക്ട് ചെയ്തത്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ധന്യയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ചതാ വീട്ടിലോട്ട് ഓട്ടോയിൽ പോകാമെന്ന്. ആ ടൈം അമ്മയ്ക്ക് പച്ചക്കറി മേടിക്കണമെന്ന് ഓർമ്മ വന്നു. അപ്പോൾ അവിടെ നിർത്തിയിട്ട് അമ്മ പച്ചക്കറി മേടിക്കാൻ പോയി. ഞാനും മോളുമായിട്ടിരുന്ന് ഐസ്ക്രീം കഴിക്കുമായിരുന്നു ഓട്ടോയിലിരുന്ന്. ഞാൻ ഐസ്ക്രീം കഴിച്ചിട്ട് ഞാൻ കഴിച്ച് തീർന്നു പെട്ടെന്ന്. എന്നിട്ട് മോളുടെ കുറച്ച് ചോദിച്ച് മോളുടെ മേടിച്ച് അങ്ങ് കഴിച്ചു. അപ്പോൾ മോനപ്പോഴത്തേക്ക് ഉണർന്നായിരുന്നു. ആൾ നല്ല ഉറക്കത്തിലായിരുന്നേ. പിന്നെ ഉണർന്ന് അവനായിട്ട് കുറച്ച് നേരം കളിച്ചെടുത്തുകൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ അമ്മ വന്നതിന് ശേഷം നമ്മൾ ഓട്ടോയിൽ കയറി അങ്ങ് വീട്ടിലോട്ട് പോവുക. അപ്പോൾ വീട്ടിൽ വന്ന് എത്തി കേട്ടോ. വീട്ടിൽ വന്ന് എത്തിയിട്ട് ഉടനെ ഡ്രസ്സൊക്കെ മാറ്റി എടുത്തിട്ട് നമ്മൾ ചായ ഇടാനായിട്ട് അടുക്കളയിലോട്ട് കയറി. ഇപ്പോൾ ചായക്ക് പാലെല്ലാം അടുപ്പിൽ വെച്ച് ഇഞ്ചിയൊക്കെ ഇടിച്ചിട്ടിട്ട് സ്നാക്സ് എല്ലാം ചായനോടെ കഴിക്കാൻ വല്ലതും ചെയ്യണ്ടേ. അപ്പം അതിനുള്ള എന്ത് ചെയ്യാമെന്നുള്ള നോക്കിക്കൊണ്ടിരിപ്പായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ബണ്ണ് കിട്ടി. ബണ്ണ് വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ ബട്ടർ ബണ്ണ് ചെയ്യാമെന്ന് പറഞ്ഞ് മോള് പറഞ്ഞു. അപ്പം മോൾക്ക് ബട്ടർ ബണ്ണ് വേണം. അപ്പോൾ നമ്മൾ ബട്ടർ ബണ്ണ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് ആ ജോലിയിലോട്ടങ്ങ് ഇറങ്ങി. ചായ അവിടെ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ബട്ടർ ബണ്ണ് ചെയ്യാനായിട്ടങ്ങ് ഇറങ്ങി. പിന്നെ ബട്ടർ ബണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് ജോലി വന്നു. അപ്പം മോളും കൂടെ വന്നിരുന്ന് സംസാരവും കാര്യങ്ങളായിരുന്നു. അപ്പം ഹസ്ബൻഡ് ചോദിച്ചു എന്ത് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞു ബട്ടർ ബണ്ണ് ഉണ്ടാക്കും. അങ്ങനെ അതേപ്പറ്റി സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിപ്പായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ബട്ടർ ബണ്ണും ഉണ്ടാക്കി ചായയും റെഡിയാക്കി എടുത്തിട്ട് ഞങ്ങളെല്ലാവരും ഇരുന്ന് അങ്ങ് കഴിച്ചു. അപ്പോൾ ഈ വീഡിയോ ഇതോടെ അവസാനിച്ചു കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബായ്.